ദുബായിൽ ബസ് അപകടത്തിൽ 7 മരണം, 9 പേർക്ക് പരിക്കേറ്റു, 5 പേരുടെ നില ഗുരുതരമാണ്. വിവരങ്ങളുമായി സുരേഷ് വെള്ളിമുറ്റം ചേരുന്നു. സുരേഷ്, ഈ എവിടെ നിന്നുള്ളവരാണ് ഈ അപകടത്തിൽപ്പെട്ടത്? അപകടത്തെ സംബന്ധിച്ച് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, പ്രാദേശിക സമയം ഉച്ചയോട് കൂടിയിട്ടാണ് അപകടം ഉണ്ടായത്. ദുബായിലെ എമിറേറ്റ്സ് റോഡിലാണ് അപകടം. സാങ്കേതിക തകരാറിനെ തുടർന്ന് റോഡിൽ നിന്നുപോയ ട്രക്കിന്റെ ബാക്കിൽ മിനി ബസ് ഇടിച്ചാണ് അപകടം ഉണ്ടായത്. അതാണ് ഇത്രയ്ക്ക് വലിയ ആഘാതം ഉണ്ടാകാനുള്ള കാരണം എമിറേറ്റ്സ് റോഡിന്റെ ഒരു പരമാവധി വേഗം 120 കിലോമീറ്റർ ആണ് മണിക്കൂറിൽ. അപ്പോൾ അത്രയും വേഗത്തിലാണ് അതിലെ വാഹനങ്ങൾ സഞ്ചരിക്കുക. ആ സമയത്താണ് ഈ ട്രക്ക് അവിടെ നിർത്തിയിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതും പിന്നിൽ വന്ന് മിനി ബസ് ഇടിക്കുകയും ചെയ്യുന്നത്. അത്രയും ശക്തിയിൽ ഇടിച്ചത് കൊണ്ടാണ് 16 പേര്, ആകെ വാഹനത്തിൽ 16 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 7 പേർക്ക് മരണം സംഭവിക്കുന്നു, 9 പേർക്ക് പരിക്ക്. അതിൽ 5 പേരുടെ നില ഗുരുതരമാണ്. മറ്റു 4 പേർക്കും കാര്യമായി തന്നെ പരിക്കുണ്ടെങ്കിൽ പോലും 5 പേർക്കാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റതെന്നാണ് ദുബായ് പോലീസ് അറിയിക്കുന്നത്. എല്ലാവരെയും, ഈ 9 പേരെയും അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് എമിറേറ്റ്സ് റോഡിൽ ഏറെ സമയം വാഹന ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ശ്രീജ ചോദിച്ചതുപോലെ തന്നെ ഏത് രാജ്യത്തു നിന്നുമുള്ളവരാണ് മരിച്ചതെന്നും പരിക്കേറ്റവരും എന്നുള്ളത് ഇപ്പോൾ വ്യക്തമല്ല. സാധാരണയായി മിനി ബസ്സിലൊക്കെ പോകുന്നത് ലേബേഴ്സ് ആയിരിക്കും. ഈ ഏതെങ്കിലും നിർമ്മാണ കമ്പനികളുടെ ഒക്കെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനത്തിന്റെ ഒക്കെ തൊഴിലാളികളെ കൊണ്ടുപോകാനാണ് കൂടുതലായും മിനി ബസ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൊഴിലാളികളാണോ മറ്റുള്ളവരാണോ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് എന്ന് അറിയേണ്ടതുണ്ട്. അതോടൊപ്പം ഏത് രാജ്യക്കാരാണ് എന്നുള്ള വിവരങ്ങളും അറിയേണ്ടതുണ്ട്. അതൊക്കെ ദുബായ് പോലീസിന്റെ പിന്നീട് ആയിരിക്കും അറിയിക്കുക. ഏതായാലും വലിയ ദുരന്തമാണ് ഉണ്ടായത്. ഇതേ തുടർന്ന് അവിടെ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. അതൊക്കെ പിന്നീട് പുനഃസ്ഥാപിക്കുകയും ചെയ്തു. വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണം, മുന്നിലുള്ള വാഹനവുമായി നിശ്ചിത അകലം പാലിക്കണം തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ എപ്പോഴും ദുബായ് പോലീസ് നൽകുന്നതാണ്. പക്ഷേ അത് ഈ മിനി ബസിന്റെ ഡ്രൈവർ പാലിക്കാത്തതാണ് ഇത്രയ്ക്ക് വലിയ ദുരന്തത്തിന് കാരണമെന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. ശരി, സുരേഷ് വെള്ളിമുറ്റമാണ് വിവരങ്ങൾ നൽകിയത്. അപകടത്തിൽ ആരാണ് പെട്ടിട്ടുള്ളത്, എവിടെ നിന്നുള്ളവരാണ്, ഇത്തരം വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. അത് പതിയെയായിരിക്കും ഔദ്യോഗികമായി തന്നെ പുറത്തുവിടുന്നത്.